ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജുഡീഷ്യറി ആണ്. അപ്പൊ എന്താണ് മക്കളെ ജുഡീഷ്യറി എന്ന് പറയുന്നത്? മെയിൻലി മക്കൾക്ക് അറിയാം ഗവൺമെന്റിന്റെ 3 ടൈപ്സ് ഓഫ് ഓർഗൻസ് അല്ലെ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ഇറ്റ് ഈസ് ലെജിസ്ലേറ്റീവ് അല്ലെ. ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് തേർഡ് വൺ ആണ് എന്ത് മക്കളെ? ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറിന്റെ കീഴിൽ വരുന്ന എന്തൊക്കെയാണ്? മെയിൻലി ഇറ്റ് ഈസ് ഹൈക്കോർട്ട്സ് ഉണ്ട്, സുപ്രീം കോർട്ട് ഒക്കെ എന്തിൽ വരുന്നതാണ്? നമ്മുടെ ജുഡീഷ്യറിയിൽ വരുന്നതാണ്. അവിടെയൊക്കെ എന്താണ് മെയിൻലി നടക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ലോ മേക്കിംഗ് ആണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് ക്രൈംസിന് റിലേറ്റഡ് ആയിട്ട് ലോസ് ഉണ്ടാക്കുകയും അല്ലെ, എല്ലാം ജുഡീഷ്യറിക്കാണ് അല്ലെ ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം അല്ലെങ്കിൽ സുപ്രീം എന്ന് പറയുന്ന ലോ മേക്കിംഗ് നടക്കുന്നത് എവിടെയാണ് മക്കളെ? കോർട്സിലാണ് അല്ലെ, കോടതിയിലാണ്. The courts take decisions on a very large number of issues. പല പ്രശ്നങ്ങൾക്കുള്ള ഡിസിഷൻസും എവിടെയാണ് എടുക്കാറുള്ളത്? കോടതിയിലാണ് അല്ലെ എടുക്കാറുള്ളത്. ഓക്കെ, ആൻഡ് they can decide that no teacher can beat a student. അപ്പൊ കോടതിയിലാണ് പലതരത്തിലുള്ള കേസിന്റെ വിധി വരിക. അപ്പൊ പറയും അഥവാ സ്റ്റുഡൻസിന് എന്തെങ്കിലും ടീച്ചർ മൃഗീയമായി ആക്രമിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും നോ ടീച്ചർ ക്യാൻ ബീറ്റ് എ സ്റ്റുഡന്റ് എന്ന് കോർട്ടിന് പറയാം അല്ലെ. or about the sharing of river waters between states. For example, മുല്ലപ്പെരിയാർ അല്ലെ, അത് നമ്മള് കേരള തമിഴ്നാട് ആ ഒരു ഇതിലാണ് നമ്മൾ അത് ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലെ. അതുമായിട്ട് ഇപ്പോഴും ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് അല്ലെ. or they can punish people before അല്ലെ, and they can punish people for particular crimes അല്ലെ. അപ്പൊ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്രൈംസ് ഉണ്ടോ അതിന് റിലേറ്റഡ് ആയിട്ട് ആളുകളെ പണിഷ് ചെയ്യാൻ അല്ലെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുമുള്ള അവകാശം ആർക്കുണ്ട്? റൈറ്റ് ആർക്കുണ്ട്? കോർട്സിനുണ്ട്. പിന്നെയോ and broadly speaking the work that judiciary does can be divided into the following. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ജുഡീഷ്യറി ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് courts take decisions on a very large number of issues. They can decide that no teacher can beat a student. പിന്നെയോ മക്കളെ, or about the sharing of river waters between states, or they can punish people for particular crimes. Okay, and next point, broadly speaking the work that the judiciary does can be divided into following. എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം മക്കളെ? It is mainly ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. എന്താണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം അല്ലെ. The judicial system that provides a mechanism for resolving the disputes between citizens. അല്ലെ, കുറെ സിറ്റിസൺസ് ആയിട്ട് എന്തെങ്കിലും ക്ലാഷസോ കച്ചറേറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കോർട്സിന് പറ്റും. പിന്നെയോ ബിറ്റ്വീൻ ദ സിറ്റിസൺ ആൻഡ് ഗവൺമെന്റ്, ഗവൺമെന്റും നമ്മുടെ ഇന്ത്യൻ ഒരു പൗരനുമായിട്ട് എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ, ആൻഡ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു റിവർ ടൈപ്പ് ഓഫ് അല്ലെ, റിവർ ക്രൈസിസിൽ അല്ലെ, നമ്മൾ മുല്ലപ്പെരിയാർ പറഞ്ഞു, ഇന്ത്യൻ തമിഴ്നാട് തമ്മിലുള്ള ക്രൈസിസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റ് തമ്മിലുള്ള ക്ലാഷസ് കച്ചറകളൊക്കെ എവിടെയാണ് റിസൊല്യൂഷൻ ചെയ്യപ്പെടുന്ന? കോർട്ടിലാണ്. അതാണ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് ദ ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ resolving the clashes or disputes between citizens. സിറ്റിസൺസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ സിറ്റിസൺസും ഗവൺമെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ സ്റ്റേറ്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെ, രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടോ ഒക്കെ ഡിസ്പ്യൂട്ട് റിസൊല്യൂഷനിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ, നമ്മൾ അവരെ അല്ലെ വിളിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുക. അതാണ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പിക്ചറൈസേഷൻ അതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. എന്താണ് മക്കളെ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാലോ? ഓക്കെ, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ആസ് ദ ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മുടെ ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ജുഡീഷ്യറി ഓൾസോ ഹാസ് ദ പവർ ടു സ്ട്രൈക്ക് ഡൗൺ ദ പെർട്ടിക്കുലർ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇഫ് ഇറ്റ് ബിലീവ്സ് ദാറ്റ് ദിസ് ആർ എ വയലേഷൻ ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോ
നമ്മള് ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ലോസോ എന്തെങ്കിലും പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറിന്റെ ഒരു സപ്പോർട്ടും കൂടെ വേണം. അപ്പൊ ആ ഒരു നിയമം എന്ന് പറയുന്നത് നമ്മളെ ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ ആ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആസ് ദ ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് Constitution, it has also the power, judiciary has also the power to strike down particular laws passed by the parliament if believes that this are a violation of the basic structure of constitution. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ജുഡീഷ്യൽ റിവ്യൂ, അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Every citizen of India can approach the Supreme Court or the High Court if they believe that their fundamental rights have been violated. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് കോർട്ടിൽ, ഹൈക്കോർട്ടിൽ പോയി അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം? കംപ്ലൈന്റ് ചെയ്യാം, അല്ലെ? അതാണ് പറയുന്നത്. സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ ആ സിറ്റിസണിന് പോയിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് അപ്ഹോൾഡിംഗ് ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ അപ്രോച്ച് ദി സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അവർക്ക് സമീപിക്കാം ആ ഏതെങ്കിലും ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, അല്ലെ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഫോർ എക്സാമ്പിൾ, in the class 7th book you read about Hakim Sheikh, an agricultural laborer who fell from a running train and injured himself and whose condition got worse because several hospitals refused to admit him. അപ്പോ മക്കള് 6th 7th സ്റ്റാൻഡേർഡ് ബുക്കില് അപ്പൊ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹക്കീം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു അഗ്രികൾച്ചറൽ ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് വീഴുകയും ഇഞ്ചൂറിയസ് ആയിട്ട് പരിക്ക് പറ്റുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തില്ല, അല്ലെ? ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യാം? ഒരു മൗലിക അവകാശം അവിടെ തടയലാണ്. അപ്പൊ അവർക്ക് സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ അതിനുവേണ്ടി അവരുടെ റൈറ്റ് നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് പൊരുതാവുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ, ഓൺ ഹിയറിംഗ് ഹിസ് കേസ്, ആ ഹക്കീം ഷെയ്ഖിന്റെ കേസ്, ഗവൺമെന്റ് കേസ് സുപ്രീം കോർട്ട് കേട്ടപ്പോ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ആർട്ടിക്കിൾ 21 ബേസിസില് വിച്ച് പ്രൊവൈഡ്സ് എവറി സിറ്റിസൺ ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ഹെൽത്ത്, അല്ലെ? റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21 ഒന്നും കൂടെ നമ്മുടെ സുപ്രീം കോർട്ട് ചേർത്തു. എന്താണ്? ദ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ടേമും ചേർത്തു എന്നാണ് പറയുന്നത്, അല്ലെ? ഓൺ ഹിയറിംഗ് ഹക്കീം ഷെയ്ഖ്സ് കേസ്, ദ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് Article 21 which provides to every citizen the fundamental right to life. പിന്നെയോ മക്കളെ എന്തും കൂടെ കൂട്ടിച്ചേർത്തു എന്നാ പറയുന്നത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ആദ്യം ഒരു ആർട്ടിക്കിൾ 21 ഒരു റൈറ്റ് ആയിരുന്നു, അതിന്റെ കൂടെ റൈറ്റ് ടു ഹെൽത്തും കൂടെ കൂട്ടിച്ചേർത്തു കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. It therefore directed the West Bengal government to pay him compensation for the loss suffered as well as to come up with a blueprint for primary health care with particular reference to treatment of patients during an emergency. അപ്പൊ എന്താണ്? വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാനും വിധി വന്നു സുപ്രീം കോർട്ടിൽ നിന്ന് എന്നാണ് പറയുന്നത്. Okay, next topic we are going to discuss is what is an independent judiciary എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? What is an independent judiciary? First point നോക്കിക്കേ. The control that politician holds over the judge does not allow for the judge to take an independent decision. Okay, എന്ന് വെച്ചാല് ചില രാഷ്ട്രീയ പാർട്ടിക്കാര്, അല്ലെ, ചില ജഡ്ജിമാരെ അവരെ വെറുതിയിലാക്കും ചില ലോസിലൊക്കെ ചില ചേഞ്ചസ് വരുത്താനൊക്കെ. പക്ഷെ അതൊന്നും ജഡ്ജിന് സ്വന്തമായിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ഒരാളെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ദിസ് ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് would force the judge to make all judgments in favor of
പൊളിറ്റീഷ്യൻ. അപ്പൊ സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, പൊളിറ്റീഷ്യന്റെ ഇതിലാണ് എല്ലാവിധത്തിലുള്ള ജഡ്ജ്മെന്റ്സും അവരെന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇതാക്കുക, അല്ലേ? അതാണ് പറയുന്നത്, the control that politician holds over the judge does not allow for the judge to take an independent decision. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ ജഡ്ജിന്റെ മേലിൽ നല്ല തരത്തിലുള്ള പവർ ഉണ്ടാവും, അല്ലെ? അപ്പൊ ജഡ്ജിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പൊളിറ്റീഷ്യന്റെ ഇതിൽ തന്നെ അവരോട് ചോദിച്ചിട്ട് അവരുടെ ഡിസിഷൻ ചോദിച്ചിട്ട് വേണം എല്ലാ വിധത്തിലുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. Okay, next point നോക്കിക്കേ. Although we often hear of rich and powerful people in India trying to influence the judicial process, അല്ലെ? ഇപ്പൊ പലതരത്തിൽ വലിയ വലിയ എന്താ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഓണേഴ്സ് ഒക്കെ ഗവൺമെന്റിന് അത്രയും എന്ത് പൈസ കൊടുത്ത് അവരുടെ കൺട്രോളിലാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ? ഇപ്പോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ബൈ പ്രൊവൈഡിംഗ് ഫോർ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. അങ്ങനെ ഇത്തരത്തിലുള്ള ആളുകള് ഈ ജുഡീഷ്യറിനെ കൺട്രോൾ ചെയ്യാതെ നിൽക്കാൻ വേണ്ടി ഈ ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്തു, സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്തു കൊടുത്തു, സ്വന്തമായി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത് മക്കളെ? Although we often hear of rich and powerful people in India trying to influence the judicial process, the Indian Constitution protects against this kind of situation by providing for the independence of judiciary. ഒരു മറ്റുള്ള രാഷ്ട്രീയക്കാരും ഒന്നും ഇവരുടെ മേലില്ല, വലിയ വലിയ ആളുകളൊന്നും ഇവരുടെ മേൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജുഡീഷ്യറിനെ ഇൻഡിപെൻഡന്റ് ആക്കിയില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെയോ, ദ കോർട്സ് ആർ നോട്ട് അണ്ടർ ദ ഗവൺമെന്റ്. ഈ കോടതികളൊക്കെ ഗവൺമെന്റിന്റെ താഴെ കീഴിൽ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഇതല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഡു നോട്ട് ആക്ട് ഓൺ ദി ബിഹാഫ്. അവർ പറയും പോലെ, സർക്കാർ പറയും പോലെ അല്ല കോടതികൾ കേൾക്കേണ്ടത്. പിന്നെയോ, ഫോർ ദ അബവ് സെപ്പറേഷൻ ടു വർക്ക് well, it is also crucial that all judges in the High Court as well as Supreme Court are appointed with very little interference from these other branches of government. എന്ന് വെച്ചാൽ ഗവൺമെന്റുമായിട്ട് അത്ര വലിയ അറ്റാച്ച്മെന്റ് നിൽക്കേണ്ട, ആവശ്യമുള്ളതിന് മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. And once appointed to this office, it is also very difficult to remove a judge. അതുപോലെ തന്നെ ജഡ്ജിനെ ആദ്യം അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ എന്തെങ്കിലും കള്ളത്തരം പിടിച്ചാല് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? The courts are not under the government and also do not act on their behalf. ഒരു ജഡ്ജ് വരുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കൂടുതലായിട്ട് ഗവൺമെന്റ് മാറ്റേഴ്സിൽ ഇടപെടാതിരിക്കുക. Little interference is okay. Interference is okay. Once appointed to this office, it is also very difficult to remove a judge. Next one. And it is the independence of judiciary. എല്ലാവിധത്തിൽ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ മാത്രമേ it allows the courts to play a central role. ഈ കോടതികൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യാൻ കഴിയുള്ളൂ, പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. There is no misuse of power by the legislature and executive. ലെജിസ്ലേഷൻ മിനിസ്ട്രി തലത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഇതിനെ നമ്മുടെ പവറിനെ കോർട്ടിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അറിയണമെങ്കിൽ ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ് നേടിയിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ ജുഡീഷ്യറിക്കുള്ള ഡ്യൂട്ടി, ഇമ്പോർട്ടൻസ്, സുപ്രീം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ മക്കളെ? It is also plays a crucial role in protecting the fundamental rights of citizens. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കാനുള്ളതും ആരുടെ കയ്യിലാണ്? ജുഡീഷ്യറിന്റെ കയ്യിലാണ്, അല്ലെ? അത് കൂടാതെ because anyone can approach the court if they believe that their rights have been violated. ഏതെങ്കിലും തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അതിനെതിരെ പൊരുതാനും ആർക്ക് അവകാശമുണ്ട്? നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിന് അതിനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി ദാറ്റ് അലൗസ് ദ കോർട്സ് to play a central role in ensuring that there is no misuse of power by the legislature and executive. പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? It also plays a crucial role in protecting the fundamental rights of citizens because anyone can approach the courts if they believe that their rights have been
violated. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കോർട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ഇത്തരം കോടതികൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തതെന്ന് നോക്കിയാലോ? നോക്കാം. And there are 3 different levels of courts in our country. 3 ലെവൽ ഉണ്ട് അല്ലെ, പല ടൈപ്പ് ഓഫ് കോർട്സ് 3 ലെവലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. And there are several courts at the lower level. ലോവർ ലെവൽ, താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ചില കോടതികളുണ്ട്. And while there is only one at the apex level, only ഒരു കോർട്ട് മാത്രമാണ് ഹൈ ലെവലിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കളെ. ദ കോർട്സ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഇന്ററാക്ട് വിത്ത്, കൂടുതൽ ആളുകളും ഇന്ററാക്ട് ചെയ്യുന്നത്, സംവേദിക്കുന്നത് എന്തുമായിട്ടാണ്? ഏത് കോർട്ടാണ്? സബോർഡിനേറ്റ് ഓർ ഡിസ്ട്രിക്ട് കോർട്ടുമായിട്ടാണ് അവര് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ യൂഷ്വലി ഡിസ്ട്രിക്ട് ഓർ തഹസിൽ ലെവൽ ഓർ ഇൻ ടൗൺസിലാണ് ഇത്തരം കോർട്സ് എക്സിസ്റ്റ് ചെയ്യുക. ദേ ഹിയർ മെനി കൈൻഡ്സ് ഓഫ് കേസസ് ടു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? There are 3 different levels of courts in our country. There are several courts at the lower level, and while there is only one at the apex level. എന്ന് വെച്ചാൽ ലോവർ ലെവലിൽ കുറെ കോടതികളുണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ ഒരു തഹസിൽ ലെവലാണ് ലോവർ കോർട്സിന്റെ ഇതിലുള്ള കോടതികളെ പറയുന്നത്. മെയിൻലി ടൗൺ ഏരിയയിലായിരിക്കും കൂടുതൽ ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്ന ഇത്തരം സബോർഡിനേറ്റ് ഒരു ഡിസ്ട്രിക്ട് ലെവൽ കോർട്സും ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻലി എന്ത്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട്. സുപ്രീം കോർട്ടാണ് എപ്പെക്സ് ലെവല് അല്ലെ, എപ്പെക്സ് ലെവൽ. പിന്നെ അതിന്റെ താഴെ ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്. ഈ ഡിസ്ട്രിക്ട് കോർട്ടും സബോർഡിനേറ്റ് കോർട്ടുമായിട്ടാണ് ആളുകൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് മക്കൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ and each state is divided into districts that is presided over by a district judge. ഓരോ സംസ്ഥാനവും ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പല ഡിസ്ട്രിക്ട്സുകളായിട്ടാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ടാവുന്ന പറയുന്നത്? ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ടാവുന്ന പറയുന്നത്. പിന്നെയോ ഈച്ച് സ്റ്റേറ്റ് ഹാസ് എ ഹൈക്കോർട്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ടെന്ന മക്കളെ പറയുന്നത്? ഓരോ ഹൈക്കോടതികൾ ഉണ്ട് എന്ന് പറയും. നമ്മുടെ ഹൈക്കോടതി എറണാകുളത്താണ് അല്ലെ, വിച്ച് ഇസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ആ ഒരു സംസ്ഥാനത്തെ വലിയ കോടതി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഹൈക്കോർട്ട് ആയിരിക്കും അല്ലെ. അതാണ് പറഞ്ഞത് ഈച്ച് സ്റ്റേറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്ട്രിക്ട്സ് ദാറ്റ് ആർ പ്രിസൈഡഡ് ഓവർ ബൈ എ ഡിസ്ട്രിക്ട് ജഡ്ജ്. Each state has a high court which is the highest court of that state. Okay, next point നോക്കിക്കേ. നമ്മൾ പറഞ്ഞ എപ്പെക്സ് ലെവലിലുള്ള കോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ടാണ് അല്ലെ. ടോപ്പില് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ സുപ്രീം കോർട്ട്? ഇറ്റ് ഈസ് ഇൻ ന്യൂ ഡൽഹി ആൻഡ് ഇറ്റ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട്, നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോർട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാ മക്കളെ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ആൻഡ് ഡിസിഷൻസ് ദാറ്റ് ആർ മെയ്ഡ് ബൈ Supreme Court are the binding on all other courts in India. ഇപ്പൊ സുപ്രീം കോർട്ടിലെ പല കേസസും അതുപോലെ പല ഡിസിഷൻസും എടുക്കുന്നത് താഴെ തട്ടിലുള്ള ലോവർ കോർട്സിന്റെ ഡിസിഷൻസ് ബേസ്ഡ് അപ്പ് ഓൺ ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക സുപ്രീം കോർട്ടിൽ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? At the top is the Supreme Court that is located in New Delhi and is presided over by Chief Justice of India. The decisions made by Supreme Court are binding on all other courts in India. ഇത്ര കാര്യങ്ങളുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. Okay. Are these different levels of courts connected to each other? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ? സുപ്രീം കോർട്ടിൽ ഓരോ ഡിസിഷൻസും എടുക്കുക, എല്ലാ ലോവർ കോർട്സിനും ബൈൻഡ് ചെയ്തിട്ടായിരിക്കും, കണക്ട് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻസ് ഫോം ചെയ്യാന്ന്. അപ്പൊ അവര് എല്ലാവരും കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോ? യെസ്, ദേ ആർ അല്ലെ. ഓക്കെ, ഇൻ ഇന്ത്യയിൽ വി ഹാവ് എൻ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ആണ്. മീൻ ചെയ്യുന്ന എന്താണ്? ഡിസിഷൻസ് മെയ്ഡ് ബൈ ഹൈ കോർട്സ് ആർ ബൈൻഡിങ് ഓൺ ദ ലോവർ കോർട്സ്. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ലോവർ കോർട്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഡിസിഷൻസ് ബേസ്ഡ് അപ്പോൺ ആയിരിക്കും സുപ്രീം കോർട്ടിൽ എല്ലാ വിധത്തിലുള്ള ഇതും ജഡ്ജ് ചെയ്യുന്നത്. Another way to understand this integration is through the appellate
system that exists in India. അപ്പൊ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇന്ത്യയിൽ നമുക്കുള്ളത് we have an integrated judicial system. Okay. മീൻ ചെയ്യുന്നത് എന്താണ് മക്കളെ? Decisions made by higher courts are binding on the lower courts. അല്ലെ? Another way to understand this was integration is through the appellate system that exists in India. ഇത്ര കാര്യമുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് ഈ appellate system എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ? Let us understand what we mean by appellate system. By tracking a case, State Delhi administration vs. Lakshman Kumar and others 1985 from the lower courts to the Supreme Court. എന്ന് വെച്ചാൽ ഒരു കേസിനെ കുറിച്ച് നമ്മൾ ഒരു കേസിനെ കുറിച്ച് അന്വേഷണം അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ എവിടെ എത്തും? ലോവർ കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ട് വരെ ആ കേസ് എത്തിക്കണമെങ്കിൽ അതാണ് എന്ത് അപ്പലേറ്റ് സിസ്റ്റം എന്ന ഒരു കണക്ഷൻ ഉണ്ട് ലോവർ കോർട്ട് ടു സുപ്രീം കോർട്ട്. അതിന്റെ ഈവന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് സംഭവം. ഇൻ ഫെബ്രുവരി 1980 ലക്ഷ്മൺ കുമാർ മാരീഡ് 20-year-old സുധാ ഗൌളിനെ കല്യാണം കഴിക്കുകയും and they lived in a flat in Delhi with Lakshman's brothers and familiesുമായിട്ടാണ് അവർ നിന്നത്. On December 2nd, 1980, Sudha died in hospital due to burns. അങ്ങനെ ഡിസംബർ 2 അതേ വർഷം സുധ കുറെ പരിക്കുകളോടെ പൊള്ളലുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ നിന്ന് മരിക്കുകയും ചെയ്തു. ആൻഡ് ഹെർ ഫാമിലി ഫയൽഡ് എ കേസ് ഇൻ കോർട്ട്. സുധയുടെ ഫാമിലി ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്തു. പിന്നെയോ Okay, when this case was heard in trial court, ആദ്യം ട്രയൽ കോർട്ടിൽ ലോവർ കോർട്ടിൽ ആദ്യം കേസ് വന്നു. and 4 of her neighbors were called in as witnesses. അപ്പോ ഇവളുടെ ഫാമിലിയിലുള്ള ആളുകള് ഇത് കണ്ട ആളുകള് എന്ത് ചെയ്തു? വിറ്റ്നസസ് ആയിട്ട് അവരുടെ അയൽക്കാരെ വിറ്റ്നസസ് ആയിട്ട് കൊണ്ടുവന്നു. എന്നിട്ടോ they stated that on the night of December 1st, ഡിസംബർ 1 രാത്രിയില് they had heard സുധ scream. അവര് കണ്ടിട്ടുണ്ടായിരുന്നു, അയൽക്കാര് സുധ ഇങ്ങനെ കരയുന്ന ബഹളങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. and had forced their way into Lakshman's flat. ഓക്കെ, അവർ എന്നിട്ട് ലക്ഷ്മണന്റെ ഫ്ലാറ്റിന് അങ്ങോട്ട് പോവുകയും there they saw Sudha standing with her sari in flames. അപ്പൊ അവര് കണ്ടത് സുധേന്റെ സാരി ഫുള്ള് ഇങ്ങനെയാണ് കത്തി നിൽക്കുന്ന ഒരു ദൃശ്യമാണ്. they extinguished the fire. അവർ ആ ഫയർ ഒക്കെ വെള്ളം ഇതാക്കിയിട്ട് by wrapping Sudha in a gunny bag and a blanket. ഒരു ബ്ലാങ്കറ്റ് കട്ടിയുള്ള ചാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ കെടുത്തി അല്ലെ, അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ and Sudha told them that her mother-in-law Shakuntala had poured kerosene oil on her and that her husband Lakshman had light the fire. അപ്പൊ സുധ ഇവർ അയൽക്കാരോട് എന്താണ് പറഞ്ഞത്? അവരുടെ അമ്മായിമ്മ മണ്ണെണ്ണ അവളുടെ മേത്തേക്ക് ഒഴിക്കുകയും ആരാണ് അത് തീ കൊളുത്തിയത്? സ്വന്തം ഭർത്താവാണെന്നാണ് പറഞ്ഞത്. Okay, and during the trial, members of Sudha's family and a neighbor stated that Sudha had been subjected to torture by her in-laws and they were demanding more cash. ശ്രീധന കൂടുതൽ ഡൗറി കൂടുതൽ ചോദിച്ചിട്ട് അവളെ എങ്ങനെ ആക്രമിക്കുകയായിരുന്നു, പീഡിപ്പിക്കുകയായിരുന്നു. ആൻഡ് സ്കൂട്ടർ ഫ്രിഡ്ജ് ഒക്കെ ചോദിച്ചു. On the birth of ഒരു കുട്ടി ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ കൂടുതൽ ക്യാഷും ഫ്രിഡ്ജും വീട്ടിലേക്ക് ഫ്രിഡ്ജും ഒക്കെ ഡിമാൻഡ് ചെയ്തു. അത് അവൾ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് കെറോസിൻ ഉണ്ടാക്കിയിട്ട് അവളെ പൊള്ളലേൽപ്പിച്ച് അവൾ മരണപ്പെട്ടത് അല്ലെ. And as part of the defense, നീതിക്കായിട്ട് ലക്ഷ്മൺ and his mother stated that Sudha Sari had accidentally caught fire while she was heating milk. അപ്പൊ ലക്ഷ്മൺ എന്ന് പറയുന്ന സുധേന്റെ ഹസ്ബൻഡ് എന്ത് വന്നു? കള്ളത്തരവുമായിട്ട് വരികയാണ് ചെയ്തത്. സുധന്റെ സാരി അവള് എന്തോ പാല് തിളപ്പിക്കുമ്പോ അവിടുന്ന് തീ പിടിച്ചതെന്ന് പറഞ്ഞു. On the basis of this and other evidence, the trial courts convicted Lakshman, his mother Shakuntala and his brother-in-law Subhash Chandra and sentenced all 3 of them to death. ഇവരൊക്കെ ഡെത്ത് പണിഷ്മെന്റിന് വിധിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു എന്താണ്? ഈ ലക്ഷ്മണും അതുപോലെ തന്നെ ഇവരൊക്കെയാണ് ആ കുട്ടീനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കോർട്ട് വിധി എഴുതിയില്ലേ. അങ്ങനെ നവംബർ 1983 the 3 accused went to the High Court to appeal against this verdict of trial court. അപ്പൊ ട്രയൽ കോർട്ട് പറഞ്ഞു ഈ സുധ മരണപ്പെടാൻ കാരണം ഇവരാണ്, ഭർത്താവും അമ്മായിമ്മയൊക്കെ ആണെന്ന് പറഞ്ഞ ട്രയൽ കോർട്ടിൽ വിധി വന്നു. അത് ഹൈക്കോർട്ടിലേക്ക് ഇവർ അപ്പീലിനായിട്ട് പോയി, ലക്ഷ്മണും ഫാമിലി. അപ്പോ ഹൈക്കോർട്ട്
after hearing the arguments of all the lawyers, decided that Sudha had died due to an accidental fire caused by kerosene stove. അപ്പൊ ലാസ്റ്റ് ഹൈക്കോർട്ട് വിധി എഴുതി എന്ത് മക്കളെ, ഇത് കെറോസിൻ സ്റ്റൗവിൽ നിന്ന് യാദൃച്ഛികമായി പിടിച്ച ഇതിലുകൊണ്ടാണ് മുറിവേറ്റ്. ലക്ഷ്മൺ, ശകുന്തള ആൻഡ് സുഭാഷ് were acquitted. അതിൽ നിന്ന് അവർക്ക് മോചനവുമായി. പിന്നെ and you read about how in the 1980s women's groups across the country has spoke out against the dowry death. കുറെ വിമൻ റിഫോമേഴ്സ് ഇതിനെതിരെ വന്നു. ഈ സ്ത്രീധന പീഡനത്തിനെതിരെ ഇന്നും നിലനിൽക്കുന്നു അല്ലെ നമ്മുടെ സൊസൈറ്റിയിൽ. They protested against the failure of courts to bring these cases to justice. പൈസക്ക് എതിരെ പരുന്തും പറക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എവിടെയാണെങ്കിലും പവർ സ്ട്രക്ചറിലൊക്കെ. The above High Court judgment is deeply troubled women. സ്ത്രീ സമൂഹത്തെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഹൈക്കോർട്ട് എടുത്തത് അല്ലെ. They held a demonstration. അവര് women reformers അതിനെതിരെ പൊരുതി അല്ലെ. They filed a separate appeal against this High Court decision. അവർ എന്നിട്ട് എന്ത് ചെയ്തു, ഇത്തരം സ്ത്രീ കൂട്ടായ്മകള് സംഘടനകള് ഇതിനെതിരെ ഹൈക്കോർട്ടിൽ അപ്പീൽ ചെയ്തു. ഹൈക്കോർട്ടിനെതിരെ സുപ്രീം കോർട്ടിൽ അവർ പോയി ത്രൂ ദ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വുമൻ ലോയേഴ്സ് ത്രൂ. ഓക്കെ, അങ്ങനെ in 1985 സുപ്രീം കോർട്ട് ഹേർഡ് ദിസ് അപ്പീൽ അഗെയിൻസ്റ്റ് ദിസ് അക്വിറ്റൽ ഓഫ് ലക്ഷ്മൺ ആൻഡ് 2 members ഓഫ് ഹിസ് ഫാമിലി. അങ്ങനെ സുപ്രീം കോർട്ട് ഈ ഒരു കേസ് ചർച്ചയ്ക്ക് ഇരുത്തി. അങ്ങനെ സുപ്രീം കോർട്ട് ഹേർഡ് ദ ആർഗ്യുമെന്റ്സ് ഓഫ് ലോയേഴ്സ് ആൻഡ് റീച്ച്ഡ് എ ഡിസിഷൻ ദാറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ഹൈക്കോർട്ട്. എന്നിട്ട് സുപ്രീം കോർട്ട് എന്താണ് മറ്റൊരു ഡിസിഷൻ ആണ് എടുത്തത്. സുപ്രീം കോർട്ട് എന്താണ് മക്കളെ എടുത്തത്? They found Lakshman and his mother guilty but acquitted the brother-in-law Subhash because they did not have enough evidence against him. അപ്പൊ എന്തായി, സുപ്രീം കോർട്ട് ഇവരുടെ ഇപ്പോ അതിന് പശ്ചാത്താപമുണ്ട് ലക്ഷ്മണനും അമ്മായിമ്മക്കും മനസ്സിലായി. പക്ഷേ അവരുടെ ബ്രദർ ഇൻ ലോനെ വെറുതെ വിട്ടു. അവനെതിരെ അത്ര എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ദ സുപ്രീം കോർട്ട് ഡിസൈഡഡ് ടു സെൻഡ് ദ അക്യൂസ്ഡ് ടു പ്രിസൺ ഫോർ ലൈഫ് പണിഷ്മെന്റിന് അല്ലെ, വധശിക്ഷ അത് ഏർപ്പാടായി. ആർക്കും? ലക്ഷ്മണനും അമ്മായിമ്മക്കും അല്ലെ, ലക്ഷ്മണനും അവന്റെ അമ്മയ്ക്കും. അതാണ് ജസ്റ്റ് ഒരു സ്റ്റോറി പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ കോർട്ട് ഒരു കേസിന് എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ മണി ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എന്തും ആരുടെയും കാൽക്കീഴിലാണ്. ജുഡീഷ്യറി വരെ ഒരാളുടെ കാൽക്കീഴിലാവുന്ന ഒരു ഇവന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അതിന്റെ എപെക്സ് ബോഡി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ് അല്ലെ, ന്യൂഡൽഹിയിലാണ്. ഹൈക്കോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്ന മക്കളെ? ഇറ്റ് ഈസ് ഇൻ എറണാകുളം. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്ട് സബോർഡിനേറ്റ് കോർട്ടാണ്. ഡിസ്ട്രിക്ട് കോർട്ട് സബോർഡിനേറ്റ് കോർട്ടിലാണ് നമ്മൾ മെയിൻലി പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്ന കോർട്ട്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ലീഗൽ സിസ്റ്റം. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ പല ബ്രാഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.